ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് എങ്ങനെ എന്നത് സംബന്ധമായ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലുള്ള ഒരു ആക്റ്റീവ് വോയിസിനെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്ന് പരിശോധിക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ഇവക്ക് മാത്രമേ പാസീവ് വോയിസ് ഉണ്ടാവുകയുള്ളൂ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസ് ഉണ്ടാവുകയില്ല. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നു സിമ്പിൾ പാസ്റ്റ്. താഴെ ഒരു ഉദാഹരണം കൊടുത്തു, ഹി റോട്ട് എ നോവൽ, അവൻ ഒരു നോവൽ എഴുതി. അതിനെ എങ്ങനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റും എന്ന് നോക്കാം. ടെൻസ് ഏതായിരുന്നാലും ശരി, അവയിലെല്ലാം പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവയൊക്കെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. ആദ്യം ഒബ്ജക്റ്റ് വരണം, അവസാനം ബൈ പ്ലസ് ഏജന്റ് വരണം. ബൈ പ്ലസ് ഏജന്റിന്റെ തൊട്ടു മുന്നിലായിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം വരണം. ഇതെല്ലാ ടെൻസിലും ഒരുപോലെയാണ്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എല്ലാ ടെൻസിലും ഇത് പൊതുവായ കാര്യമാണ്. ആദ്യം ഒബ്ജക്റ്റ്, അവസാനം ബൈ പ്ലസ് ഏജന്റ്, ആ ബൈ പ്ലസ് ഏജന്റിന്റെ തൊട്ടു മുന്നിലായിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇവിടെ പ്രത്യേകത എന്ത്? സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് എന്ത് മാറ്റം ഉണ്ടാകുന്നു? അവിടെ വാസ് എന്നോ വേർ എന്നോ വരും. ഒബ്ജക്റ്റിന് തൊട്ട് ശേഷമായിട്ട് വാസ് എന്നോ വേർ എന്നോ വരും എന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പ്രത്യേകത. നോക്കാം, ഹി റോട്ട് എ നോവൽ, അവൻ ഒരു നോവൽ എഴുതി. ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? ഹി എന്നത് സബ്ജക്റ്റ് ആണ്, റോട്ട് എന്നത് വെർബാണ്, എ നോവൽ എന്നതാണ് ഒബ്ജക്റ്റ്. എ നോവൽ എന്ന ഒബ്ജക്റ്റിനെ നമ്മൾ പാസീവ് വോയിസിൽ ആദ്യം എഴുതുന്നു. അതിനുശേഷം വാസ് എന്നാണ് എഴുതേണ്ടത്. രണ്ട് കാരണങ്ങളാലാണ് വാസ് എന്ന് എഴുതുന്നത്. ഒന്ന്, ഹി റോട്ട് എ നോവൽ എന്ന ആക്റ്റീവ് വോയിസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. രണ്ടാമതായിട്ട് എ നോവൽ എന്ന ഒബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് വാസ് എന്ന് എഴുതുന്നത്. നോവൽസ് എന്ന് പ്ലൂറൽ ആയിരുന്നുവെങ്കിൽ നമ്മൾ വേർ എന്നാണ് എഴുതുക. അപ്പൊ എ നോവൽ വാസ്, ശേഷം റോട്ട് എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമായ റിട്ടൺ എന്ന് എഴുതിയിരിക്കുന്നു. ശേഷം ഹി റോട്ട് എ നോവൽ എന്നതിലെ സബ്ജക്റ്റായ ഹി എന്നതിനെ ഏജന്റ് ആക്കി മാറ്റി ബൈ ഹിം എന്ന് അവസാനം എഴുതി. എ നോവൽ വാസ് റിട്ടൺ ബൈ ഹിം. അപ്പൊ ഈ മാറ്റം പ്രത്യേകം ശ്രദ്ധിക്കുക. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിൽ വാസ് എന്നോ വേർ എന്നോ പ്രത്യേകമായിട്ട് വരും. ഇനി അടുത്ത കോളം നോക്കാം, പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസിലുള്ള ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ അതിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റും? ഉദാഹരണം നോക്കാം, ഹി വാസ് റൈറ്റിംഗ് എ നോവൽ, അവൻ ഒരു നോവൽ എഴുതുകയായിരുന്നു. എല്ലാറ്റിലും ഉള്ളതുപോലെ ആദ്യം ഒബ്ജക്റ്റ്, അവസാനം ബൈ പ്ലസ് ഏജന്റ്, ആ ബൈ പ്ലസ് ഏജന്റിന്റെ തൊട്ടു മുന്നിലായിക്കൊണ്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ്. അത് എല്ലാറ്റിലും ഒരുപോലെയാണല്ലോ. ഇതിൽ പ്രത്യേകമായിട്ട് വരുന്നത് വാസ് അല്ലെങ്കിൽ വേർ, അതിനുശേഷം ബീയിങ്, വാസ് ബീയിങ് അല്ലെങ്കിൽ വേർ ബീയിങ്. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ പ്രത്യേകമായി ചേരുക. നമുക്ക് ഹി വാസ് റൈറ്റിംഗ് എ നോവൽ എന്ന ആ സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റി നോക്കാം. അവൻ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ ഒബ്ജക്റ്റ് എ നോവൽ എന്നതാണ്. അപ്പൊ എ നോവൽ എന്ന ഒബ്ജക്റ്റ് നമ്മൾ പാസീവ് വോയിസിൽ ആദ്യം എഴുതി. ശേഷം വാസ് ബീയിങ് എന്നാണോ വേർ ബീയിങ് എന്നാണോ എഴുതേണ്ടത്? നോവൽ എന്നത് ഏകവചനമായതുകൊണ്ട്, സിംഗുലർ ആയതുകൊണ്ട് വാസ് ബീയിങ് എന്ന് എഴുതി. ശേഷം റൈറ്റിംഗ് എന്ന അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ റിട്ടൺ എന്ന് എഴുതി. ശേഷം ഹിയെ ഏജന്റ് ആക്കി ബൈ ഹിം എന്ന് എഴുതി. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ വാസ് ബീയിങ് അല്ലെങ്കിൽ വേർ ബീയിങ് എന്ന് പ്രത്യേകമായിട്ട് വരും. ഇനി പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ഒരു സെന്റൻസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റും? ഏറ്റവും അവസാനത്തെ കോളത്തിൽ അതാണ്. ഒരു ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നു, ഹി ഹാഡ് റിട്ടൺ എ നോവൽ, അവൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാറ്റിലും ഉള്ളതുപോലെ ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു, അവസാനം ബൈ പ്ലസ് ഏജന്റ് എഴുതുന്നു, അതിന് തൊട്ട് മുന്നിലായിക്കൊണ്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം എഴുതുന്നു.
പ്രത്യേകമായിട്ട് ഇതിൽ വരുന്നത് ഹാഡ് ബീൻ എന്നാണ്. ഹാഡ് ബീൻ. ഹി ഹാഡ് റിട്ടൺ എ നോവൽ എന്ന ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എ നോവൽ എന്ന ഒബ്ജക്റ്റിനെ നമ്മൾ ആദ്യം എഴുതുന്നു. ശേഷം ഹാഡ് ബീൻ എന്ന് എഴുതണം. അതാണ് പാസ്റ്റ് പെർഫെക്റ്റിലെ പ്രത്യേകത. ശേഷം ഹാഡ് ബീൻ എന്നാണ്. എ നോവൽ ഹാഡ് ബീൻ. ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ രൂപമായ റിട്ടൺ എഴുതി. പിന്നെ ഹി എന്ന സബ്ജക്റ്റിനെ ഏജന്റ് ആക്കി ബൈ ഹിം എന്ന് എഴുതി. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വാസ് എന്നോ വേർ എന്നോ പ്രത്യേകമായി വരും. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ വാസ് ബീയിങ് അല്ലെങ്കിൽ വേർ ബീയിങ് എന്ന് വരും. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാഡ് ബീൻ എന്ന് വരും. അത് പ്രത്യേകമായി നമ്മൾ ഓർത്തു വെക്കുക. ഒരു കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യം, they were working out a plan. They were working out a plan. The sentence can also be written without changing the meaning as. ഈ സെന്റൻസിന്റെ അർത്ഥം മാറാതെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അഥവാ ഇതിന്റെ ഓപ്ഷൻസ് കൂടി പരിശോധിക്കുമ്പോൾ കാണാം ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. അപ്പൊ ഇതെങ്ങനെയാണ്, ഓപ്ഷൻസ് നോക്കുന്നതിന് മുമ്പ് തന്നെ ഇതെങ്ങനെയാണ് മാറ്റുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ സെന്റൻസ് ഏത് ടെൻസിലാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. They were working out a plan. ഇത് പാസ്റ്റ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ്. were working, അത് കണ്ടാൽ മനസ്സിലാക്കാം ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് എന്ന്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്താണ് വരേണ്ടത്? വാസ് അല്ലെങ്കിൽ വേർ എന്ന് ചേർത്തതിന് ശേഷം ബീയിങ്, BEING, അതാണ് വേണ്ടത്. അത് എവിടെയുള്ളത്? ഒന്നുകിൽ വാസ് ബീയിങ് എന്നുണ്ടാവും അല്ലെങ്കിൽ വേർ ബീയിങ് എന്നുണ്ടാവും. വാസ് ബീയിങ് ആണോ വേർ ബീയിങ് ആണോ? ഇതിലെ ഒബ്ജക്റ്റ് ഏതാണ് എന്ന് നോക്കാം. They were working out a plan. A plan എന്നതാണ് ഇതിലെ ഒബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ പാസീവ് വോയിസിൽ എ പ്ലാൻ ആദ്യം വരും. എല്ലാ ഓപ്ഷനിലും ആദ്യം വന്നത് എ പ്ലാൻ എന്നതാണ്. ഒരു പ്ലാൻ, അത് സിംഗുലർ ആണല്ലോ, അതുകൊണ്ട് വാസ് എന്നാണ് വരേണ്ടത്. ഇവിടെ എ എന്നതിലും എ പ്ലാൻ വാസ്, ബിയിലും എ പ്ലാൻ വാസ് ആണ്. അപ്പൊ അത് രണ്ടിൽ ഏതോ ഒന്നാണ് ശരി. ബിയിലാണ് എ പ്ലാൻ വാസ് ബീയിങ് വർക്ക്ഡ് ഔട്ട് എന്നുള്ളത്. അപ്പൊ വാസ് ബീയിങ് എന്നുണ്ടാവണം. അപ്പൊ ബി എന്ന ഓപ്ഷനിലാണ് അത് ഉള്ളത്. അതുകൊണ്ട് ബി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. എ പ്ലാൻ വാസ് ബീയിങ് വർക്ക്ഡ് ഔട്ട്. മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിലെ ചോദ്യം, ഹി വാസ് ഹാങ്ങിങ് ദ പിക്ചേഴ്സ്. അവൻ ചിത്രങ്ങൾ തൂക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദ കറക്റ്റ് പാസീവ് ഫോം ഈസ്. ഇതിന്റെ ശരിയായ പാസീവ് വോയിസ് എങ്ങനെയാണ്? താഴെ 4 ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നു. അതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ പരിശോധിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ പാസീവ് വോയിസ് സ്വയം ഉണ്ടാക്കി നോക്കാം. ഹി വാസ് ഹാങ്ങിങ് ദ പിക്ചേഴ്സ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇത് ഏത് ടെൻസിലാണ് എന്നാണ്. ഈ സെന്റൻസിന്റെ ടെൻസ് ഏതാണ്? വാസ് ഹാങ്ങിങ് എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഒന്നുകിൽ വാസ് ബീയിങ് എന്നോ വേർ ബീയിങ് എന്നോ ആണ് വരേണ്ടത്. ബീയിങ് എന്നത് BEING. വാസ് ബീയിങ് എന്നോ വേർ ബീയിങ് എന്നോ ആണ് വരേണ്ടത്. അപ്പൊ നമുക്കിത് മാറ്റി നോക്കാം. ഇതിലെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള ദ പിക്ചേഴ്സ് എന്നതിനെ നമ്മൾ ആദ്യം വെക്കുന്നു. 4 ഓപ്ഷനുകളിലും അങ്ങനെ തന്നെയാണല്ലോ, ദ പിക്ചേഴ്സ് എന്നാണ്. ഓക്കെ, ഇനി വാസ് എന്നാണോ വേർ എന്നാണോ വേണ്ടത്? വാസ് ബീയിങ് എന്നോ വേർ ബീയിങ് എന്നോ? അത് ദ പിക്ചേഴ്സ് എന്നതിനെ നോക്കിയിട്ടാണ് തീരുമാനിക്കുക. ദ പിക്ചേഴ്സ് എന്നത് പ്ലൂറൽ ആണല്ലോ, അതുകൊണ്ട് വേർ എന്നാണ് വരേണ്ടത്. അപ്പൊ വേർ ബീയിങ്, ദ പിക്ചേഴ്സ് വേർ ബീയിങ്. 4 എണ്ണം നോക്കാം. ദ പിക്ചേഴ്സ് വേർ ബീയിങ്, ദ പിക്ചേഴ്സ് വേർ ബീയിങ്, ദ പിക്ചേഴ്സ് വേർ ബീയിങ്, ദ പിക്ചേഴ്സ് ആർ ബീയിങ്. അവസാനത്തേതൊഴികെ ബാക്കി 3 എണ്ണവും ദ പിക്ചേഴ്സ് വേർ ബീയിങ് എന്ന് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഇനി നമ്മൾ ചേർക്കേണ്ടത് ഏതാണ്? ഹാങ്ങിങ് എന്നതിനെ നമ്മൾ എന്താക്കണം? അതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കണം. ഹാങ്ഡ് എന്നാണോ ഹങ് എന്നാണോ എന്നതാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. എ എന്ന ഓപ്ഷനിൽ ദ പിക്ചേഴ്സ് വേർ ബീയിങ് ഹാങ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സി എന്ന ഓപ്ഷനിലോ
ദ പിക്ചേഴ്സ് വേർ ഹങ് എന്ന് പറഞ്ഞിരിക്കുന്നു. ബി എന്ന ഓപ്ഷനിലും ദ പിക്ചേഴ്സ് വേർ ഹങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാങ് ആണോ ഹങ് ആണോ? ഹാങ് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ രൂപം ഏതാണ്? അതാണ് ഇനി ആലോചിക്കേണ്ടത്. ഒരാളെ തൂക്കിക്കൊല്ലുക എന്ന അർത്ഥത്തിൽ ആണ് ഹാങ് പ്രയോഗിക്കുന്നതെങ്കിൽ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹാങ്ഡ് എന്നാണ്. എന്നാൽ തൂക്കിയിടുക അഥവാ ചിത്രങ്ങളൊക്കെ തൂക്കിയിടുക എന്ന അർത്ഥത്തിലാണെങ്കിൽ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹങ് എന്നാണ്. അപ്പൊ ഇവിടെ ബിയോ സിയോ ആണ് ഉത്തരം. ഹാങ്ഡ് എന്നത് തെറ്റാണ് എന്ന് മനസ്സിലായി. ഹാങ്, ഹങ്, ഹങ് അങ്ങനെയാണ് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ബി ആണോ സി ആണോ? എന്താണ് ബിയും സിയും തമ്മിലുള്ള വ്യത്യാസം? ബിയിൽ പറയുന്നു അതിനുശേഷം ബൈ ഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലോ സിയിൽ ടു ഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈ പ്ലസ് ഏജന്റ് എന്നാണല്ലോ. അതുകൊണ്ട് ബി ആണ് ഉത്തരം. ദ പിക്ചേഴ്സ് വേർ ബീങ് ഹങ് ബൈ ഹിം. ബി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിനെ നോക്കാം. ഫ്യൂച്ചർ ടെൻസിലുള്ള ഒരു ആക്റ്റീവ് വോയിസിനെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നിന്നും അതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലും ഉള്ള ആക്റ്റീവ് വോയിസുകൾ മാത്രമേ നമുക്ക് പാസീവ് വോയിസ് ആക്കാൻ പറ്റുകയുള്ളൂ. അഥവാ ഫ്യൂച്ചർ കണ്ടിന്യൂസിനെയും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിനെയും അഥവാ രണ്ട് കണ്ടിന്യൂസുകളെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിനെയും ഫ്യൂച്ചർ കണ്ടിന്യൂസിനെയും നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ കഴിയുകയില്ല. ആദ്യം നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള ആക്റ്റീവ് വോയിസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം എന്ന് നോക്കാം. അത് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഒബ്ജക്റ്റ് ആണ്, അവസാനം ബൈ പ്ലസ് ഏജന്റ് ആണ്. ബൈ പ്ലസ് ഏജന്റിന്റെ മുന്നിൽ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ്. അത്രയും ഓക്കെ. ഇതിൽ സ്പെഷ്യലായിട്ട് എന്താണുള്ളത്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വിൽ ബി എന്നോ ഷാൾ ബി എന്നോ വരും. വിൽ അല്ലെങ്കിൽ ഷാൾ, അതിനുശേഷം ബി. നോക്കാം, ഒരു ഉദാഹരണം നോക്കാം. ഹി വിൽ റൈറ്റ് എ നോവൽ. അവൻ ഒരു നോവൽ എഴുതും. അതിൽ നിന്ന് എങ്ങനെയാണ് പാസീവ് വോയിസ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഒബ്ജക്റ്റ് എ നോവൽ എന്നതാണ്. എ നോവൽ വിൽ ബി. അതിനുശേഷം റൈറ്റ് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു, റിട്ടൺ. എ നോവൽ വിൽ ബി റിട്ടൺ ബൈ ഹിം. ഹി എന്നതാണ് സബ്ജക്ട് എന്നുള്ളതുകൊണ്ട് ബൈ ഹിം. എ നോവൽ വിൽ ബി റിട്ടൺ ബൈ ഹിം. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വിൽ ബി എന്നോ ഷാൾ ബി എന്നോ ചേർക്കണം. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അതിൽ പ്രത്യേകമായിട്ട് വിൽ ഹാവ് ബീൻ എന്നോ ഷാൾ ഹാവ് ബീൻ എന്നോ ചേർക്കണം. ബാക്കിയെല്ലാം മറ്റെല്ലാ ടെൻസുകളിലും ചെയ്തതുപോലെ തന്നെ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് വിൽ ഹാവ് ബീൻ എന്നോ ഷാൾ ഹാവ് ബീൻ എന്നോ ചേർക്കണം. ഉദാഹരണം നോക്കാം. ഹി വിൽ ഹാവ് റിട്ടൺ എ നോവൽ. അവനൊരു നോവൽ എഴുതിയിട്ടുണ്ടാകും. അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എ നോവൽ എന്ന ഒബ്ജക്റ്റ് ആദ്യം എഴുതും. അതിനുശേഷം വിൽ ഹാവ് ബീൻ എന്ന് എഴുതുന്നു. വിൽ ഹാവ് ബീൻ. ശേഷം റിട്ടൺ എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. പിന്നെ അതിനുശേഷം ബൈ ഏജന്റ് എഴുതുന്നു. എ നോവൽ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം. അപ്പൊ ഫ്യൂച്ചർ ടെൻസിൽ സിമ്പിൾ ഫ്യൂച്ചറിൽ വിൽ ബി എന്നോ ഷാൾ ബി എന്നോ പ്രത്യേകമായി വരും. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ വിൽ ഹാവ് ബീൻ എന്നോ ഷാൾ ഹാവ് ബീൻ എന്നോ വരും. ഇതാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില സെന്റൻസുകളിൽ രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. അവയെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക? ആ രണ്ട് ഒബ്ജക്റ്റുകളിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാസീവ് വോയിസ് ഉണ്ടാക്കാവുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹി ഗേവ് മീ എ പെൻ. മുകളിൽ രണ്ടാമത്തെ വരിയിൽ ആ ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ഹി ഗേവ് മീ എ പെൻ. അവൻ എനിക്ക് ഒരു പെന്ന് തന്നു. അവിടെ എനിക്ക് എന്നതും പേന എന്നതും ഒബ്ജക്റ്റുകളാണ്. ആ രണ്ട് ഒബ്ജക്റ്റുകളിൽ ഏതുപയോഗിച്ചും നമുക്ക് പാസീവ് വോയിസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക, ഇത് ഏത് ടെൻസ് ആണ് എന്ന് നോക്കുക. ഗേവ് എന്നാണ് അവിടെ വെർബ് ഉള്ളത്. ഗിവ് എന്നതിൻ്റെ
പാസ്റ്റ് ആണ് ഗേവ് എന്നത്. അതുകൊണ്ട് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഉള്ളത്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വാസ് എന്നോ അല്ലെങ്കിൽ വേർ എന്നോ വരും. അതിനുശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് വരിക. അത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. അപ്പൊ നമുക്ക് ആദ്യം മീ എന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പാസീവ് വോയിസ് ഉണ്ടാക്കി നോക്കാം. മീ എന്നതിനെ നമ്മൾ തുടക്കത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിനെ ഐ എന്നായി മാറും. ഐ. അതിനുശേഷം ഐയോട് ചേർന്നത് വാസ് എന്നായതുകൊണ്ട് ഐ വാസ്. ശേഷം ഗേവ് എന്നതിന് ഗിവൺ എന്ന് ആക്കണം. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം ഗിവൺ എന്നാണ്. അപ്പൊ ഐ വാസ് ഗിവൺ എ പെൻ ബൈ ഹിം. ഇനി പെൻ എന്നത് ഉപയോഗിച്ച് നമ്മൾ പാസീവ് വോയിസ് ഉണ്ടാക്കുമ്പോൾ എ പെൻ എന്ന് എഴുതും. അതിനുശേഷം അതും സിംഗുലർ ആയതുകൊണ്ട് വാസ് എന്നാണ് ഉപയോഗിക്കുക. എ പെൻ വാസ് ഗിവൺ. ഗേവ് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എ പെൻ വാസ് ഗിവൺ ടു മീ ബൈ ഹിം. അപ്പൊ ഇങ്ങനെ രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ രണ്ടിൽ ഏത് ഉപയോഗിച്ചും നമുക്ക് പാസീവ് വോയിസ് ഉണ്ടാക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരു ആക്റ്റീവ് വോയിസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അതിനെ ഏജന്റ് നമ്മൾ പലപ്പോഴും ചേർക്കേണ്ടതില്ല. അഥവാ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ അവസാനം ഏജന്റ് ആയിട്ട് ചേർക്കുന്നുണ്ടല്ലോ, അത് പലപ്പോഴും ചേർക്കാറില്ല. കേട്ടഡ് പരീക്ഷകളിൽ വന്ന ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അവിടെ നമ്മൾ ഏജന്റ് ചേർക്കാത്തതൊക്കെ കണ്ടു. അപ്പൊ അങ്ങനെ ഏജന്റ് പലപ്പോഴും ചേർക്കാറില്ല. പ്രത്യേകിച്ചും സബ്ജക്റ്റ് ആരാണെന്ന് കൃത്യമായി അറിവില്ലെങ്കിൽ പാസീവ് വോയിസിൽ നമ്മൾ ഏജന്റ് ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. അഥവാ ആ പ്രവൃത്തി ആരാണ് ചെയ്തത്, ആ സെന്റൻസിൽ പറയുന്ന പ്രവൃത്തി ആരാണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ അവിടെ നമ്മൾ ഏജന്റിനെ ചേർക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണം നോക്കാം. സംബഡി ഹാസ് ലോക്ക്ഡ് ദ ഡോർ. ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് ആണ്. സംബഡി ഹാസ് ലോക്ക്ഡ് ദ ഡോർ. ആരോ ഡോർ അടച്ചു. ആരാണെന്ന് അറിയില്ല. അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. അതിനെ പാസീവ് വോയിസിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ആദ്യം അത് ഏത് ടെൻസ് ആണ് എന്ന് നോക്കണം. ഹാസ് ലോക്ക്ഡ് എന്നാണുള്ളത്. അപ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് എന്ന് മനസ്സിലാക്കാം. ഹാസ് എന്നൊക്കെ പെർഫെക്റ്റ് ടെൻസിലാണ് ഉണ്ടാവാറുള്ളത്. ലോക്ക്ഡ് എന്ന ആ വെർബ് കൂടി കാണുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഹാസ് ബീൻ എന്നാണ് പ്രത്യേകമായിട്ട് ചേർക്കേണ്ടത്. ശേഷം അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കണം. ആദ്യം നമ്മൾ എഴുതേണ്ടത് ദ ഡോർ എന്ന ഒബ്ജക്റ്റ് ആണ്. ദ ഡോർ ഹാസ് ബീൻ ലോക്ക്ഡ്. ബൈ സംബഡി എന്ന് എഴുതേണ്ടതില്ല. ആരാണെന്ന് അറിയാത്തത് കൊണ്ട് വിശേഷിച്ചും അവിടെ നമ്മൾ ഏജന്റിനെ എഴുതേണ്ടുന്ന ആവശ്യമില്ല. ഒരു കേട്ടഡ് പരീക്ഷയിലെ ചോദ്യം. സംവൺ ഈസ് വർക്കിംഗ് ഔട്ട് എ പ്ലാൻ. ദിസ് സെന്റൻസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് വിതൗട്ട് ചേഞ്ചിങ് ദ മീനിങ് ആസ്. ഇതിന്റെ അർത്ഥത്തിൽ മാറ്റം വരാതെ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? സംവൺ ഈസ് വർക്കിംഗ് ഔട്ട് എ പ്ലാൻ. ആദ്യം നമ്മൾ ഈ സെന്റൻസ് ഏത് ടെൻസിലാണ് എന്ന് നോക്കണം. ഈസ് വർക്കിംഗ് എന്നാണുള്ളത്. അതുകൊണ്ട് പ്രസന്റ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ നമ്മൾ മാറ്റുമ്പോൾ എന്താണ് ഉണ്ടാവേണ്ടത്? ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം എന്നുണ്ടാകും. അതിനുശേഷം ബീയിങ് BEING ഉണ്ടാകും. അതിനുശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം ചേർക്കണം. ആദ്യം നമ്മൾ ചേർക്കേണ്ടത് അതിലെ ഒബ്ജക്റ്റിനെയാണ് ആദ്യം എഴുതേണ്ടത്. എ പ്ലാൻ എന്നതാണ് ഇതിലെ ഒബ്ജക്റ്റ്. അതിനുശേഷം അതിനനുസരിച്ചുള്ള ഈസോ ആമോ ആറോ ചേർക്കുക. പ്ലാൻ എന്നത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് എന്നാണ് ചേർക്കേണ്ടത്. എ പ്ലാൻ ഈസ്. എല്ലാ ഓപ്ഷനുകളിലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. എ എന്ന ഓപ്ഷനിൽ എ എന്നില്ല. അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം. BO CO DO ആയിരിക്കാം. അപ്പോൾ എ പ്ലാൻ ഈസ് എന്നായി. ഇനി നമ്മൾ ബീയിങ് എന്ന് ചേർക്കണം. കാരണം ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് ബീയിങ് എന്ന് ചേർക്കണം. അപ്പൊ എ പ്ലാൻ ഈസ് ബീയിങ്. അപ്പൊ ബിയും സിയും അങ്ങനെയാണ്. എ പ്ലാൻ ഈസ് ബീയിങ് എന്നാണുള്ളത്. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് വർക്ക് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അതുള്ളത് എവിടെയാണ്? സിയിലാണ്. എ പ്ലാൻ ഈസ് ബീയിങ് വർക്ക്ഡ് ഔട്ട്. അപ്പൊ സി എന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത്. ഇനി നമുക്ക് ഇമ്പറേറ്റീവ് സെന്റൻസുകളെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്ന് നോക്കാം. ആക്റ്റീവ് വോയിസ് ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ
അതിനെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്ന് നോക്കാം. അപ്പൊ ആദ്യം എന്താണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ആജ്ഞ അല്ലെങ്കിൽ ഒരു അപേക്ഷ, അനുവാദം, ആശംസ, ആഗ്രഹം ഇവയൊക്കെ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഒരു ഓർഡർ, ഒരു റിക്വസ്റ്റ്, ഒരു വിഷ് അല്ലെങ്കിൽ ഒരു കമാൻഡ് ഇതൊക്കെ പറയുന്ന സെന്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവയെ നമ്മൾ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക? ആദ്യം നമ്മൾ ലെറ്റ് എന്ന് ചേർക്കണം, LET. അതിനുശേഷം ഒബ്ജക്റ്റ്, അതിനുശേഷം BE, ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കുക. അപ്പൊ ആ ഫോം നമ്മൾ ഓർത്തു വെക്കുക. ആദ്യം ലെറ്റ് എന്നാണ്, പിന്നെ ഒബ്ജക്റ്റ്, അതിനുശേഷം ബി എന്ന്, അതിനുശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം. ഒരു ഉദാഹരണം നോക്കാം. ക്ലോസ് ദ ഡോർ, വാതിലടക്ക്, ഒരു ആജ്ഞയാണ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റും ആവാം. ക്ലോസ് ദ ഡോർ, വാതിലടക്ക്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് എന്ന് ചേർക്കണം. ശേഷം ഒബ്ജക്റ്റിനെ എഴുതണം, ദ ഡോർ. ശേഷം ബി എന്ന് എഴുതണം, ലെറ്റ് ദ ഡോർ ബി. ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കണം. ഏതാണ് വെർബ്? ക്ലോസ് എന്നതാണ്. അപ്പൊ ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്. അങ്ങനെയാണ് അതിന്റെ പാസീവ് വോയിസ് ഉണ്ടാക്കുക. ഇനി രണ്ട് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ഷട്ട് യുവർ മൗത്ത്, നിന്റെ വായടക്ക്. അതൊരു ഓർഡർ ആവാണ്. അതിനെ എങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്നാണ് ആലോചിക്കേണ്ടത്. ആദ്യം ലെറ്റ് എന്ന് ചേർക്കണം, ശേഷം ഒബ്ജക്റ്റ് ചേർക്കണം. ഒബ്ജക്റ്റ് ഏതാണ്? യുവർ മൗത്ത്, നിന്റെ വായ എന്നതാണ്. അത് എഴുതി ശേഷം അതിനുശേഷം ബി എന്ന് എഴുതണം, ലെറ്റ് യുവർ മൗത്ത് ബി. ഷട്ട് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ചേർക്കേണ്ടത്. ഷട്ട് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഷട്ട് എന്ന് തന്നെയാണ്. ഷട്ട് 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 അങ്ങനെയാണ്. അതിന്റെ പാസ്റ്റും ഷട്ടാണ്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഷട്ട് എന്ന് തന്നെയാണ്. അപ്പൊ ലെറ്റ് യുവർ മൗത്ത് ബി ഷട്ട്. ഇനി പ്ലീസ് ഗിവ് മീ സം റൈസ്, എനിക്ക് അല്പം അരി തരൂ. അത് റിക്വസ്റ്റ് ആണ്. അതിനെ എങ്ങനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാം? ഇവിടെ നമുക്ക് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് കാണാവുന്നതാണ്. എനിക്ക് എന്ന മീ എന്നതും സം റൈസ് എന്നതും ഒബ്ജക്റ്റുകളാണ്. അപ്പൊ അത് രണ്ടും വെച്ചുകൊണ്ട് നമുക്ക് പാസീവ് വോയിസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ ആദ്യം വരേണ്ടത് ലെറ്റ് എന്നാണ്. ആദ്യം നമുക്ക് മീ എന്ന ഒബ്ജക്റ്റ് വെച്ചുണ്ടാക്കാം. ലെറ്റ് മീ. അവിടെ മീ എന്നതിനെ ഐ ആക്കി മാറ്റേണ്ടതില്ല. ലെറ്റ് മീ എന്ന് തന്നെ എഴുതിയാൽ മതി. ശേഷം ബി എന്ന് എഴുതാം, ലെറ്റ് മീ ബി. ഓക്കെ. ഗിവ് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് പിന്നെ ചേർക്കേണ്ടത്. ലെറ്റ് മീ ബി ഗിവൺ സം റൈസ്. ഇനി സം റൈസ് എന്ന ഒബ്ജക്റ്റ് വെച്ചും നമുക്ക് ഉണ്ടാക്കാം. ലെറ്റ് സം റൈസ് ബി ഗിവൺ ടു മീ. അപ്പൊ ആദ്യം ലെറ്റ് എന്ന് ചേർക്കണം, പിന്നെ ഒബ്ജക്റ്റ് ചേർക്കണം, അതിനുശേഷം ബി എന്ന് ചേർക്കണം, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം ചേർക്കണം. അങ്ങനെയാണ് ഇമ്പറേറ്റീവ് സെന്റൻസുകളിൽ നിന്ന് പാസീവ് വോയിസ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. ഗിവ് ദ ഓർഡർ. ദിസ് സെന്റൻസ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ്. ഈ സെന്റൻസിനെ നമുക്ക് വേറൊരു രൂപത്തിൽ എങ്ങനെ അവതരിപ്പിക്കാം? ആ ഓപ്ഷനുകൾ കൂടി പരിശോധിച്ചാൽ നമുക്ക് കാണാം ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ്. അപ്പോൾ ഈ സെന്റൻസ് നമ്മൾ ആദ്യം പരിശോധിക്കുക. ഗിവ് ദ ഓർഡർ, ഓർഡർ കൊടുക്ക്. അതൊരു കൽപ്പനയാണ്. അത് ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് എന്ന് മനസ്സിലായി. ഇമ്പറേറ്റീവ് സെന്റൻസിനെ നമ്മൾ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്? ആദ്യം നമ്മൾ ലെറ്റ് എന്ന് ചേർക്കണം, പിന്നെ നമ്മൾ ഒബ്ജക്റ്റ് എഴുതണം, ഒബ്ജക്റ്റിന് ശേഷം ബി എന്ന് ചേർക്കണം, അതിനുശേഷം അതിലുള്ള വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കണം. അപ്പോൾ ലെറ്റ്, ശേഷം ദി ഓർഡർ എന്ന ഒബ്ജക്റ്റ് എഴുതുന്നു, ശേഷം ബി എന്ന് ചേർക്കുന്നു, ലെറ്റ് ദ ഓർഡർ ബി എന്നായി. ശേഷം ഗിവ് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കുന്നു, ഗിവൺ. ലെറ്റ് ദ ഓർഡർ ബി ഗിവൺ. അങ്ങനെ ഏത് ഓപ്ഷനിലാണ് ഉള്ളത്? ബി എന്ന ഓപ്ഷനിലാണ് ഉള്ളത്. ലെറ്റ് ദ ഓർഡർ ബി ഗിവൺ. അപ്പൊ ബി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇനി ചില ഇമ്പറേറ്റീവ് സെന്റൻസുകളിൽ ഒബ്ജക്റ്റ് ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് പാസീവ് വോയിസ് ഉണ്ടാക്കുക? അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം യു ആർ ആസ്ക്ഡ് ടു, അല്ലെങ്കിൽ യു ആർ കമാൻഡഡ് ടു, അല്ലെങ്കിൽ യു ആർ ഓർഡേർഡ് ടു, അതുമല്ലെങ്കിൽ യു ആർ റിക്വസ്റ്റഡ് ടു, അല്ലെങ്കിൽ യു ആർ സജസ്റ്റഡ് ടു, അല്ലെങ്കിൽ യു ആർ അഡ്വൈസ്ഡ് ടു എന്ന് എഴുതിയതിനു ശേഷം
ആ ഇമ്പറേറ്റീവ് സെന്റൻസ് അങ്ങ് എഴുതുക. ഉദാഹരണം പറയാം, കം ഇൻ, അകത്തേക്ക് വരൂ. ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, കം ഇൻ. അപ്പോൾ അതിന്റെ പാസീവ് വോയിസ് എങ്ങനെ ഉണ്ടാക്കാം? കം ഇൻ എന്നതിൽ ഒരു വ്യക്തമായിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റ് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിന്റെ പാസീവ് വോയിസ് ഉണ്ടാക്കുന്നത് യു ആർ റിക്വസ്റ്റഡ് ടു. ഇതൊരു റിക്വസ്റ്റ് ആയതുകൊണ്ടാണ് യു ആർ റിക്വസ്റ്റഡ് ടു എന്ന് എഴുതുന്നത് ആദ്യം. എന്നിട്ട് ആ ഇമ്പറേറ്റീവ് സെന്റൻസ് തന്നെ എഴുതുക, കം ഇൻ. യു ആർ റിക്വസ്റ്റഡ് ടു കം ഇൻ. ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് ഇല്ലാത്ത ഇമ്പറേറ്റീവ് സെന്റൻസുകളിൽ നിന്ന് നമ്മൾ പാസീവ് വോയിസ് ഉണ്ടാക്കുക. ഇനി ചോദ്യരൂപത്തിലുള്ള അഥവാ ഇന്ററോഗേറ്റീവ് ആയ സെന്റൻസുകളെ എങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് എന്ന് നോക്കാം. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലോ. ഓക്സിലറി വെർബുകൾ കൊണ്ട് ആരംഭിക്കുന്ന ചോദ്യങ്ങളെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്ന് ആദ്യം നോക്കാം. ഇവിടുത്തെ ഉദാഹരണം നോക്കാം. ഈസ് ഹീ സ്റ്റഡിയിങ് മലയാളം? അവൻ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അതൊരു ചോദ്യമാണ്. അതിന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴും അതൊരു ചോദ്യം തന്നെ ആയിരിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ഇതിന്റെ ടെൻസ് ഏതാണെന്ന് നോക്കണം. ഇതിൽ ഈസ് ഹീ സ്റ്റഡിയിങ് എന്നാണ്. ഈസ് സ്റ്റഡിയിങ് എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് എന്ന്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്നതിനോടൊപ്പം ബീയിങ് എന്നുകൂടി ഉണ്ടാകും. ഈസാണോ ആമാണോ ആറാണോ എന്ന് തീരുമാനിക്കുന്നത് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ നോക്കിയിട്ടാണ്. അതിനെ നമ്മൾ പാസീവ് വോയിസിൽ ആദ്യം എഴുതും. മലയാളം. മലയാളം എന്നത് ഒരു സിംഗുലർ വേർഡാണ്. അതുകൊണ്ട് തന്നെ ഈസ് എന്നാണ് പ്രയോഗിക്കേണ്ടത്. ഈസ് ബീയിങ് എന്ന് വരണം. ഈസ് എന്ന് ഇത് ചോദ്യമായതുകൊണ്ട് ഈസ് എന്നതിനെ നമ്മൾ തുടക്കത്തിൽ എഴുതും. ഈസ് മലയാളം ബീയിങ് എന്ന് എഴുതിയതിനു ശേഷം സ്റ്റഡി എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു, സ്റ്റഡീഡ് ബൈ ഹിം. ഹി എന്നാണല്ലോ സബ്ജക്റ്റ് ചോദ്യത്തിൽ, ആക്റ്റീവ് വോയിസിൽ. അതുകൊണ്ട് ബൈ ഹിം എന്ന് എഴുതാം. അപ്പൊ ഈസ് മലയാളം ബീയിങ് സ്റ്റഡീഡ് ബൈ ഹിം. ചോദ്യമല്ലെങ്കിൽ മലയാളം ഈസ് ബീയിങ് സ്റ്റഡീഡ് ബൈ ഹിം എന്നാണല്ലോ എഴുതുന്നത്. അപ്പൊ ചോദ്യമായതുകൊണ്ട് ആ ഈസിനെ തുടക്കത്തിലേക്ക് മാറ്റുന്നു, അത്രമാത്രം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ്? അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പൊ ഇവിടെ ആർ എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഇതൊരു ചോദ്യമാണ്. പാസീവ് വോയിസും ചോദ്യമായിരിക്കണം. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആദ്യം എഴുതേണ്ടത് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ ഒബ്ജക്റ്റ് ക്രിക്കറ്റ് എന്നതാണ്. അപ്പോൾ ഇതും നമ്മൾ നോക്കുമ്പോൾ ഈ ആക്റ്റീവ് വോയിസും ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അപ്പൊ അതിനെ നമ്മൾ മാറ്റുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, അതിനോടൊപ്പം ബീയിങ് എന്നും കൂടിയാണ് വരേണ്ടത്. ക്രിക്കറ്റ് എന്ന ഒബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് നമ്മൾ ഈസാണോ ആമാണോ ആറാണോ എന്ന് തീരുമാനിക്കേണ്ടത്. ക്രിക്കറ്റ് എന്നത് സിംഗുലർ വേർഡ് ആയതുകൊണ്ട് ഈസ് എന്നാണ് വേണ്ടത്. ഇതൊരു ചോദ്യരൂപത്തിലുള്ള സെന്റൻസ് ആയതുകൊണ്ട് ഈസിനെ നമ്മൾ തുടക്കത്തിൽ എഴുതണം. ഈസ് ക്രിക്കറ്റ് ബീയിങ് പ്ലേയിങ് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ പ്ലേഡ് ആണ് പിന്നെ എഴുതേണ്ടത്. ദേ ആണ് സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ട് അതിനെ ഏജന്റ് ആക്കിയിട്ട് ബൈ ദം എന്നാണ് എഴുതേണ്ടത്. ഈസ് ക്രിക്കറ്റ് ബീയിങ് പ്ലേഡ് ബൈ ദം. ഇങ്ങനെയാണ് ഓക്സിലറി വെർബുകൾ കൊണ്ട് ആരംഭിക്കുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചോദ്യരൂപത്തിലുള്ള ഒരു ആക്റ്റീവ് വോയിസ് വാക്യത്തിൽ ഏതെങ്കിലും ഒരു ഡു ഫോം ഉണ്ടെങ്കിൽ, ഡു ഫോം എന്ന് പറഞ്ഞാൽ ഡുവോ ഡസോ ഡിഡോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബി ഫോമിലേക്ക് മാറ്റണം. ബി ഫോം എന്ന് പറഞ്ഞാൽ ഈസ്, ആം, ആർ, വാസ്, വേർ, ബീയിങ്, ബീൻ, ഈ രൂപത്തിലേക്ക് നമ്മൾ ആ സെന്റൻസിനെ മാറ്റണം. ഉദാഹരണം നോക്കാൻ, ഡു യു റൈറ്റ് പോയംസ്? ഇത് ആരംഭിക്കുന്നത് ഡു എന്നാണല്ലോ. ചില ചോദ്യങ്ങളിൽ ഡസ് എന്നാവാം, ചിലതിൽ ഡിഡ് എന്നാവാം, അങ്ങനെയൊക്കെ വരാവുന്നതാണ്. അപ്പൊ ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അതിനെ ബി ഫോമിലേക്ക് മാറ്റണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് പോയംസ് എന്ന ആ ഒബ്ജക്റ്റിനെയാണ്. ആ ഒബ്ജക്റ്റിനോട് യോജിച്ചിട്ടുള്ളത് ഏതാണ്? ഡു എന്നാണോ? അല്ലല്ലോ. പോയംസ് എന്നത് പ്ലൂരലാണ്. അപ്പൊ പോയംസ് ആർ എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ചോദ്യമായതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ ആ ആർ എഴുതണം. ആർ പോയംസ് റിട്ടൺ ബൈ യു.
അപ്പൊ ആ പോയംസിനോട് യോജിച്ചത് ഡുവോ ഡിഡോ ഒന്നുമല്ല, ആറാണ്. അപ്പൊ അതിനോട് യോജിച്ച ആ ഓക്സിലറി വെർബാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഡു ഫോമിനെ നമ്മൾ ബി ഫോമിലേക്ക് മാറ്റണം. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ കൂടി പരിചയപ്പെടാം. ഡസ് ഹി ഈറ്റ് ബിരിയാണി? അവൻ ബിരിയാണി തിന്നുകയാണോ? ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ഇതേത് ടെൻസ് ആണ് എന്ന് നമ്മൾ അറിയണം. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഈറ്റ്, ഡസ് ഈറ്റ് എന്ന് കണ്ടാൽ മനസ്സിലാക്കാം അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈസ്, ആം, ആർ എന്നിവയിൽ ഏതെങ്കിലും ഒന്നും പിന്നെ ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളുമാണ് ഉണ്ടാവുക. ബിരിയാണി എന്ന ഒബ്ജക്റ്റിനെ നമ്മൾ ആദ്യം എഴുതുന്നു. അതിനോട് യോജിച്ച ഓക്സിലറി വെർബാണ് എഴുതേണ്ടത്. ബിരിയാണി എന്നത് ഒരു സിംഗുലർ ആയതുകൊണ്ട് ഈസ് എന്നാണ് വെക്കേണ്ടത്. ചോദ്യമായതുകൊണ്ട് ഈസിനെ നമ്മൾ തുടക്കത്തിൽ വെക്കണം. ഈസ് ബിരിയാണി. ശേഷം ഈറ്റ് എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. ഈറ്റൺ. ഹി ആണ് സബ്ജക്ട് എന്നുള്ളത് കൊണ്ട് ബൈ ഹിം എന്ന് ഏജന്റ് എഴുതുക. ഈസ് ബിരിയാണി ഈറ്റൺ ബൈ ഹിം. ഇനി WH ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡു യു ബ്ലെയിം ഹർ? ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അപ്പോഴും നമ്മൾ ഇതിന്റെ ടെൻസ് ആണ് നോക്കേണ്ടത്. ഡു ബ്ലെയിം എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈസ്, ആം, ആർ എന്നുണ്ടാകും. അതിലേതെങ്കിലും ഒന്നുണ്ടാകും. ശേഷം ബ്ലെയിം എന്ന അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും കൂടി വെക്കണം. അപ്പൊ ഇതൊരു ചോദ്യമാണ്. WH ക്വസ്റ്റ്യൻ ആണ്. വൈ എന്നുണ്ട്. ആ വൈ എന്നതിനെ നമ്മൾ തുടക്കത്തിൽ തന്നെ എഴുതി വെക്കണം. ശേഷം ഇതിലെ ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാം. ഹെർ എന്നതാണ്. നീ എന്തിനാണ് അവളെ ചീത്ത പറയുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അവളെ അഥവാ ഹെർ എന്നതാണ് അവിടെ ഒബ്ജക്റ്റ്. അതിനെ നമ്മൾ തുടക്കത്തിലേക്ക് മാറ്റുമ്പോൾ ഹെർ എന്നത് ഷീ എന്നായി മാറുമല്ലോ. ഷീ എന്നതിനോട് യോജിച്ച ഓക്സിലറി വെർബ് ഏതാണ്? ഷീ ആർ എന്നല്ല, ഷീ ഈസ് എന്നാണ്. അപ്പൊ ചോദ്യമായതുകൊണ്ട് ആ ഈസിനെ നമ്മൾ ഷീയുടെ മുമ്പ് എഴുതണം. വൈ ഈസ് ഷീ. പിന്നീട് ബ്ലെയിം എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. ബ്ലെയിംഡ്. വൈ ഷീ ഈസ് ബ്ലെയിംഡ്. ഇവിടെ സബ്ജക്ട് യു ആയതുകൊണ്ട് ബൈ യു എന്ന് ഏജന്റ് എഴുതുക. വൈ ഈസ് ഷീ ബ്ലെയിംഡ് ബൈ യു. ഇനി മറ്റൊരു ചോദ്യം. വെൻ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? നീ എപ്പോഴാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? അപ്പൊ നോക്കുക, ഇത് ഏതാണ് ടെൻസ്? ഡു സ്റ്റഡി എന്നാണ്. അതുകൊണ്ട് ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. മുകളിൽ പറഞ്ഞതുപോലെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്ന് അധികം വരും. അപ്പൊ ഇത് ഒരു WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വെൻ എന്നത് ആദ്യം തന്നെ എഴുതുക. ശേഷം ഏതാണ് ഒബ്ജക്റ്റ് എന്ന് നോക്കുക. ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിനോട് യോജിച്ച ഓക്സിലറി വെർബ് ഏതാണ്? ഈസ് ആണ്. കാരണം ഇംഗ്ലീഷ് എന്നത് ഒരു സിംഗുലർ വേർഡ് ആണല്ലോ. അപ്പൊ അതിന്റെ മുമ്പ് ഈസ് എന്ന് എഴുതുക. ചോദ്യമായതുകൊണ്ടാണ് ഇംഗ്ലീഷ് എന്നതിന് മുമ്പ് ഈസ് എഴുതുന്നത്. അപ്പൊ വെൻ ഈസ് ഇംഗ്ലീഷ്. സ്റ്റഡി എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. സ്റ്റഡീഡ് ബൈ യു. വെൻ ഈസ് ഇംഗ്ലീഷ് സ്റ്റഡീഡ് ബൈ യു. അപ്പൊ ഇങ്ങനെ WH ക്വസ്റ്റ്യൻസ് അഥവാ വൈ, ഹു, വെൻ തുടങ്ങിയ ചോദ്യങ്ങൾ എന്ന വാക്കുകൾ ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യ പദങ്ങളെ നമ്മൾ ആദ്യം എഴുതണം. വെൻ, വൈ എന്നിവയൊക്കെ തുടക്കത്തിൽ എഴുതണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. ഡു ദേ അണ്ടർടേക്ക് റിപ്പയർ വർക്ക്സ്? ഒരു ചോദ്യമാണ്. ഡു ദേ അണ്ടർടേക്ക് റിപ്പയർ വർക്ക്സ്? അവർ റിപ്പയർ വർക്കുകൾ ചെയ്യുകയാണോ? ദ പാസീവ് ഫോം ഓഫ് ദിസ് ഈസ്. ഇതിന്റെ പാസീവ് ഫോം എങ്ങനെയാണ്? അപ്പോൾ പാസീവ് ഫോം കാണണമെങ്കിൽ ആദ്യം ഏതാണ് ഇതിന്റെ ടെൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡു അണ്ടർടേക്ക് എന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അതിന്റെ പാസീവ് ഫോം ഉണ്ടാക്കുമ്പോൾ, പാസീവ് വോയിസ് ഉണ്ടാക്കുമ്പോൾ ഈസ്, ആം, ആർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് അധികം വരും. അതാണ് ഉള്ളത്. അത് നമുക്കറിയാം. പാസീവ് വോയിസ് ഒരിക്കലും തന്നെ ഡൂവിൽ ആരംഭിക്കില്ല, ഡു ഫോമിൽ ഉണ്ടാവില്ല. അതിനെ ബി ഫോം ആക്കി മാറ്റണം നമ്മൾ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിലെ ഒബ്ജക്റ്റ് ഏതാണ് അതിനനുസരിച്ചിട്ടുള്ള ഓക്സിലറി വെർബാണ് അതിൽ ഉപയോഗിക്കേണ്ടത്, ഡു അല്ല. റിപ്പയർ വർക്ക്സ് എന്നതാണ് ഇവിടെ ഒബ്ജക്റ്റ്. അതിനോട് യോജിച്ച ഓക്സിലറി വെർബ് ഏതാണ്? ആർ എന്നതാണ്. ചോദ്യമായതുകൊണ്ട് ആ ആറിനെ നമ്മൾ തുടക്കത്തിൽ എഴുതണം. ആർ റിപ്പയർ വർക്ക്സ്. ശേഷം അണ്ടർടേക്ക് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അണ്ടർടേക്കൺ. ശേഷം ബൈ ഏജന്റ്.
ദേ എന്നതാണ് സബ്ജക്റ്റ്, അതിനെയാണ് ഏജന്റ് ആക്കി മാറ്റേണ്ടത്. ബൈ ദം. ആർ റിപ്പയർ വർക്ക്സ് അണ്ടർടേക്കൺ ബൈ ദം. എ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി മറ്റൊരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. ദ പാസീവ് ഫോം ഓഫ് ദി ക്വസ്റ്റ്യൻ ഹാസ് സംവൺ ടേക്കൺ മൈ ബുക്ക് ഈസ്. ഹാസ് സംവൺ ടേക്കൺ മൈ ബുക്ക് എന്ന ചോദ്യത്തിന്റെ പാസീവ് രൂപം എങ്ങനെയാണ്? അത് ചെയ്യണമെങ്കിൽ ആദ്യം ഇത് ഏത് ടെൻസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹാസ് ടേക്കൺ എന്ന് കണ്ടാൽ അറിയാം ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അതിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നുണ്ടാകും. അതിനുശേഷം ബീൻ എന്നാണ് ഉണ്ടാവുക, BEEN. അഥവാ ഹാസ് ബീൻ എന്നോ ഹാവ് ബീൻ എന്നോ ഉണ്ടായിരിക്കും. ഇവിടെ ഹാസ് ബീൻ ആണോ ഹാവ് ബീൻ ആണോ എന്ന് തീരുമാനിക്കുന്നത് ഇതിലെ ഒബ്ജക്റ്റ് നോക്കിയിട്ടാണ്. ഇതിലെ ഒബ്ജക്റ്റ് മൈ ബുക്ക് എന്നതാണല്ലോ. അപ്പൊ മൈ ബുക്ക് എന്നതാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. അതിനോട് യോജിച്ചിട്ടുള്ളത് ഹാവ് ആണോ ഹാസ് ആണോ? മൈ ബുക്ക് എന്നത് എന്റെ പുസ്തകം എന്നാണ്. അത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹാസ് ബീൻ എന്നാണ്. ഇത് ചോദ്യമായതുകൊണ്ട് ഹാസ് എന്ന് നമ്മൾ തുടക്കത്തിൽ എഴുതും. ഹാസ് മൈ ബുക്ക് ബീൻ എന്നാണ് എഴുതുക. ശേഷം ടേക്കൺ എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതും. ടേക്ക്, ടുക്ക്, ടേക്കൺ. ടേക്കൺ എന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പോൾ ഹാസ് മൈ ബുക്ക് ബീൻ ടേക്കൺ ബൈ സംവൺ. ബൈ സംവൺ എന്ന് എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്കത് വായിക്കാം. ഹാസ് മൈ ബുക്ക് ബീൻ ടേക്കൺ ബൈ സംവൺ. എ എന്ന ഓപ്ഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ ശരിയായിട്ടുള്ളത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഒരു ആക്റ്റീവ് വോയിസ് ആയ സെന്റൻസിൽ മോഡൽ ഓക്സിലറി വെർബുകൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റും എന്നാണ്. എന്താണ് മോഡൽ ഓക്സിലറി വെർബുകൾ എന്ന് ആദ്യം നമ്മൾ ഒന്നുകൂടി ഓർക്കുക. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought to, used to, need, dare. ഇവയൊക്കെയാണ് മോഡൽ ഓക്സിലറി വെർബുകൾ. ഇവ ഒരു ആക്റ്റീവ് വോയിസിൽ ഉണ്ടെങ്കിൽ അവയെ എങ്ങനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റും അതാണ് ഇനി പറയുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു ആക്റ്റീവ് വോയിസിൽ ഉണ്ടെങ്കിൽ ആ ആക്റ്റീവ് വോയിസിനെ എങ്ങനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റും? അതിന് നമ്മൾ ആദ്യം തന്നെ ഒബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. ശേഷം ഈ പറയുന്ന മോഡൽ ഓക്സിലറി വെർബ് എഴുതുക. അതിനുശേഷം ബി എന്നുണ്ടാകും, ബി എന്ന് എഴുതുക. അപ്പോൾ ഒബ്ജക്റ്റ്, പിന്നെ ഈ മോഡൽ ഓക്സിലറി വെർബുകളിൽ ഏതാണോ ഉള്ളത് അത്, അതിനുശേഷം ബി, അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ശേഷം ബൈയും ഏജന്റും ഉണ്ടാകും. നമ്മൾ ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം, എളുപ്പം മനസ്സിലാക്കാം. ഒരു ഉദാഹരണം, യു മേ ഫോർഗെറ്റ് ദ റൂൾസ് ക്വിക്ക്ലി. നീ നിയമങ്ങൾ പെട്ടെന്ന് മറന്നുപോയേക്കാം. ഇവിടെ ഈ സെന്റൻസിൽ ഏതാണ് ഒബ്ജക്റ്റ്? റൂൾസ് എന്നാണ്, ദ റൂൾസ് ആണ്. അപ്പൊ ദ റൂൾസ് എന്നത് നമ്മൾ ആദ്യം എഴുതി. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതണമല്ലോ. ദ റൂൾസ് എന്നത് എഴുതി. ശേഷം ഇതിലുള്ള മോഡൽ ഓക്സിലറി വെർബ് ഏതാണോ അത് എഴുതുക, മേ ആണ്. അതിനുശേഷം ബി എന്ന് എഴുതുക, ദ റൂൾസ് മേ ബി. ശേഷം നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഫോർഗെറ്റ് എന്ന ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു, ഫോർഗോട്ടൺ. ദ റൂൾസ് മേ ബി ഫോർഗോട്ടൺ ക്വിക്ക്ലി ബൈ യു എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് എഴുതി, ശേഷം മോഡൽ ഓക്സിലറി വെർബായ മേ എഴുതി, അതിനുശേഷം ബി എന്ന് എഴുതി, ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം എഴുതി. അങ്ങനെയാണ്. ഇനി നോക്കുക, യു മസ്റ്റ് ഒബേ ട്രാഫിക് റൂൾസ്. നീ നിർബന്ധമായും ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കണം. അപ്പോൾ ട്രാഫിക് റൂൾസ് എന്നതാണ് ഇവിടെ ഒബ്ജക്റ്റ്. അതുകൊണ്ട് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അത് നമ്മൾ ആദ്യം എഴുതി, ട്രാഫിക് റൂൾസ്. ശേഷം മസ്റ്റ് എന്ന മോഡൽ ഓക്സിലറി വെർബ് എഴുതുന്നു. അതിനുശേഷം ബി എന്ന് എഴുതുന്നു, ട്രാഫിക് റൂൾസ് മസ്റ്റ് ബി. പിന്നെ ഒബേ എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒബേഡ്. ട്രാഫിക് റൂൾസ് മസ്റ്റ് ബി ഒബേഡ്. അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഒബ്ജക്റ്റ് ആണ്, പിന്നെ മോഡൽ ഓക്സിലറി വെർബ് എഴുതും, അതിനോട് ബി എന്ന് ചേർത്ത് എഴുതും. ശേഷം ബാക്കിയൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക, പിന്നെ ബൈ ഏജന്റ് എഴുതണമെങ്കിൽ എഴുതാം. മേ ഐ ബൈ ദ കമ്പ്യൂട്ടർ, ഇതൊരു ചോദ്യമാണ്. ഒരു ചോദ്യത്തിൽ മോഡൽ ഓക്സിലറി വെർബ് വന്നാൽ എന്താണ്? അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഈ മോഡൽ ഓക്സിലറി വെർബിനെ നമ്മൾ ആദ്യം എഴുതുക, മേ.
ശേഷം ഒബ്ജക്റ്റ് ആണ് എഴുതുക ദ കമ്പ്യൂട്ടർ. പിന്നെ മേയോട് ചേർത്ത് എഴുതേണ്ടുന്ന ബി ഉണ്ടല്ലോ, ചോദ്യമായതുകൊണ്ട് അതിനെ നമ്മൾ വേർപെടുത്തി എഴുതുന്നു. മേ ദ കമ്പ്യൂട്ടർ ബി. പിന്നെ ബൈ എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു ബോട്ട് ബൈ മീ. മേ ദ കമ്പ്യൂട്ടർ ബി ബോട്ട് ബൈ മീ. ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് ക്യാൻ യു റെക്കമെൻഡ് മിസ് മില്ലി ആസ് എ ഗുഡ് ടീച്ചർ? ക്യാൻ യു റെക്കമെൻഡ് മിസ് മില്ലി ആസ് എ ഗുഡ് ടീച്ചർ എന്ന സെന്റൻസിന് പകരമായിട്ട് നിനക്ക് വെക്കാൻ പറ്റുന്നത് ഓപ്ഷനുകളിലുള്ള ഏതിനെയാണ്? ആ ഓപ്ഷനുകൾ കൂടി പരിശോധിച്ചാൽ കാണാം ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറയുകയാണ്. അപ്പൊ ഈ സെന്റൻസ് നമ്മൾ പരിശോധിച്ചാൽ അതിന്റെ അർത്ഥം ഒന്ന് നോക്കാം. ക്യാൻ യു റെക്കമെൻഡ്, നിനക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുമോ മിസ് മില്ലി, മിസ് മില്ലിയെ ആസ് എ ഗുഡ് ടീച്ചർ, ഒരു നല്ല ടീച്ചറായി നിനക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? മിസ് മില്ലിയെ നല്ലൊരു ടീച്ചറായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ നിനക്ക് കഴിയുമോ? ആരെ? മിസ് മില്ലിയെ. അപ്പൊ മിസ് മില്ലി എന്നതാണ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഇതൊരു ചോദ്യമാണ്. ഇതിൽ ഒരു ഓക്സിലറി വെർബായ ഇതിൽ മോഡൽ ഓക്സിലറി വെർബായ ക്യാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻ ബി എന്ന് ഇതിലുണ്ടാകും. ചോദ്യമായതുകൊണ്ട് ക്യാൻ ആണ് ആദ്യം എഴുതേണ്ടത്. മോഡൽ ഓക്സിലറി വെർബാണ് നമ്മൾ ആദ്യം എഴുതുക, ക്യാൻ. ചോദ്യമായതുകൊണ്ട് ക്യാൻ ബി എന്നുണ്ടാകും. പക്ഷേ ക്യാൻ എന്നതിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റ് ആയ മിസ് മില്ലി എഴുതും. അതിനുശേഷമാണ് ബി എഴുതുക. അപ്പൊ ക്യാൻ മിസ് മില്ലി ബി. ശേഷം റെക്കമെൻഡ് എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. ക്യാൻ മിസ് മില്ലി ബി റെക്കമെൻഡഡ് ആസ് എ ഗുഡ് ടീച്ചർ ബൈ യു. അങ്ങനെ ഏത് സെന്റൻസിലാണ് ഉള്ളത്? ഏത് ഓപ്ഷനിലാണുള്ളത്? ക്യാൻ മിസ് മില്ലി ബി റെക്കമെൻഡഡ് ഗുഡ് ടീച്ചർ. സി ആണ് ഉത്തരം. സിയിലാണ് അങ്ങനെ ഉള്ളത്. ക്യാൻ മിസ് മില്ലി ബി റെക്കമെൻഡഡ് ഗുഡ് ടീച്ചർ. സി ആണ് ഉത്തരം. ഇനി നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സെന്റൻസ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നോട്ട് എന്നൊക്കെ ഉള്ള നെഗറ്റീവ് അർത്ഥമുള്ള ഒരു സെന്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സാധാരണ സെന്റൻസുകൾ എങ്ങനെ ചെയ്യുന്നുവോ അഥവാ പോസിറ്റീവ് സെന്റൻസുകൾ നമ്മൾ എങ്ങനെയാണോ മാറ്റുന്നത് അതുപോലെ തന്നെയാണ് മാറ്റുക. അതിൽ നോട്ട് എന്നുണ്ടാകും എന്ന് മാത്രം. ഉദാഹരണം നോക്കാം. ഐ ഹാവ് നോട്ട് റിട്ടേൺ ദ ലെറ്റർ. ഞാൻ കത്തെഴുതിയിട്ടില്ല. അപ്പൊ അതിൽ ഒബ്ജക്റ്റ് ഏതാണ്? ദ ലെറ്റർ ആണ്. അപ്പൊ ദ ലെറ്റർ എന്ന് വെച്ച് നമ്മൾ തുടങ്ങണം. അതോടൊപ്പം തന്നെ ഇത് ഏത് ടെൻസ് ആണെന്ന് നോക്കണം. ഹാവ് റിട്ടേൺ, ഹാവ് നോട്ട് റിട്ടേൺ എന്ന് കണ്ടാൽ മനസ്സിലാക്കാം ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഹാസ് ബീൻ എന്നോ ഹാവ് ബീൻ എന്നോ ഉണ്ടാകും. ദ ലെറ്റർ എന്നത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ബീൻ എന്നാണ് ഉണ്ടാവുക. പിന്നെ ഇത് ഹാവ് നോട്ട് റിട്ടേൺ എന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ട് ഉള്ളത് കൊണ്ട് നോട്ട് എന്ന് കൂടി ചേർക്കണം. ആ നോട്ട് എവിടെ ചേർക്കണം? ഹാസ് ബീൻ എന്നതിന്റെ നടുവിൽ ചേർക്കണം. ദ ലെറ്റർ ഹാസ് നോട്ട് ബീൻ റിട്ടേൺ ബൈ മീ. ദ ലെറ്റർ ഹാസ് നോട്ട് ബീൻ റിട്ടേൺ ബൈ മീ.